ഹലോ ഗായ്സ്, ഭാര്യ നാട്ടിൽ നിന്നും വന്നിട്ട് ഖത്തറിൽ അവിടെ ഇവിടെയെല്ലാം കുറേ കറങ്ങിയെങ്കിലും പ്രത്യേകിച്ച് വീഡിയോ ആയിട്ടൊന്നും മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടി സേവ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് ഖത്തറിലെ ഖത്താറയിലേക്കാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം വിശാഖ്. ഖത്തറിൽ ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിലാണ് ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. 7-8 വർഷം ഖത്തറിൽ ജീവിച്ച എന്നേക്കാൾ പരിചയമാണ് മെട്രോയിൽ കയറാൻ അവൾക്കുള്ളത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഭൂരിപക്ഷം മലയാളികളെ പോലെ തന്നെ അടുത്തിരിക്കുന്നവരുടെ കുറ്റങ്ങൾ പറഞ്ഞും ചുറ്റുപാടുകൾ നിരീക്ഷിച്ചും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. മെട്രോയിൽ നിന്നും ഖത്താറ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം പുറത്തേക്കുള്ള യാത്രയായിരുന്നു പിന്നീട്. മെട്രോയുടെ ഗുഹയ്ക്കകത്തു നിന്നും പുറത്തേക്കിറങ്ങി ഞങ്ങൾ കണ്ടത് എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു ഖത്തറിനെയായിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു ബിൽഡിംഗ്, എന്തോ ഒരു വലിയ സമ്മാനം പൊതിഞ്ഞു വച്ചിരിക്കുന്ന പോലത്തെ ഒരു കൺസ്ട്രക്ഷൻ. കുട്ടികൾക്കായിട്ടുള്ള നിരവധി ടോയ്സുകളും അതുപോലെ പ്ലേ ഏരിയയുമാണ് ഈ ബിൽഡിങ്ങിൻ്റെ പ്രധാന ആകർഷണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ താല്പര്യമുള്ള ചില കളക്റ്റബിൾ ക്യാരക്ടേഴ്സ്. വില കണ്ടപ്പം ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവിടെ നിന്ന് ഒരാളുമായി സംസാരിച്ചപ്പോഴാണ് ഖത്തറിൽ ഇതിനുള്ള ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലായത്. പുറത്തേക്കിറങ്ങി ആദ്യം ഞങ്ങൾ കണ്ടത് വളരെ മനോഹരമായ ഒരു വാട്ടർ ഡാൻസ് ആണ്. കൂടെ അറ്റ്മോസ്ഫിയറിന് ചേർന്നൊരു മനോഹരമായ മുന്നോട്ട് പോകും തോറും കാഴ്ചയുടെ ഭംഗി കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. സ്വദേശികളും വിദേശികളും നിറഞ്ഞു നിൽക്കുന്ന ഫുഡ് സ്ട്രീറ്റുകൾ, മനോഹരമായ ലൈറ്റുകൾ, പിന്നെ ഖത്തറിൻ്റെ തനിമ നിലനിർത്തുന്ന കലാരൂപങ്ങൾ. ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഖത്താറയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതും വരെ ബൈ.